ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബഹുമാന്യായ ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അനിയച്ചൻ, ശാഖായോഗത്തിൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറി സഞ്ജു സി കാഞ്ഞിരപ്പള്ളി, അതുപോലെ തന്നെ ശാഖായോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ശാഖയുടെ യൂണിയൻ കമ്മിറ്റി മെമ്പർ സാബൂരി, പ്രിയപ്പെട്ട രഞ്ജിത്ത്, വനിതാ സംഘത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ്, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, പ്രിയമുള്ള ശ്രീനാരായണ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, വളരെ പുണ്യം ചെയ്ത ഒരു ശാഖായോഗമാണ് മറിയപ്പള്ളി ശാഖായോഗം. കാരണം കോട്ടയം SNDP യൂണിയന്റെ കീഴിൽ 103 ശാഖകളുണ്ടെങ്കിൽ ഭഗവാൻ കയ്യൊപ്പിട്ട് സർട്ടിഫിക്കറ്റ് ആദ്യം കൊടുത്തത്, കോട്ടയം യൂണിയനിൽ ആദ്യം കൊടുത്തത് മറിയപ്പള്ളി ശാഖായോഗമാണ്. അതേപോലെ തന്നെ സംഘടനയ്ക്ക് ഒട്ടനവധി നേതാക്കന്മാരെ സംഭാവന ചെയ്ത മറിയപ്പള്ളി ശാഖായോഗം, ഏറ്റവും കൂടുതൽ അംഗവീടുകൾ ഉള്ള ശാഖായോഗം, സംഘടനയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അംഗങ്ങളുള്ള ഒരു ശാഖായോഗം. പ്രിയമുള്ളവരെ, ഞാനത് സൂചിപ്പിച്ചത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ സമൂഹം ഭഗവാന്റെ സങ്കല്പത്തിനൊത്ത് ഉയർന്നു വരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. കാരണം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഒക്കെ ആണ്ടുകിടന്ന ഒരു സമൂഹം, ആ കാലത്ത് പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് സങ്കല്പങ്ങളൊക്കെ ഇല്ലാതായി, അവൻ്റെ മോഹങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അവൻ്റെ മനോബലം നഷ്ടപ്പെട്ട് കിടന്ന ആ കാലഘട്ടത്തിൽ ഭഗവാൻ ഈ ഒരു സമൂഹത്തെ കൈപിടിച്ചുയർത്തുവാൻ തൻ്റെ 73 വർഷക്കാലത്തെ ആ ധന്യമായ ജീവിതം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമുക്ക് എത്തപ്പെടുവാൻ കഴിയുമായിരുന്നു. 137 വർഷങ്ങൾക്ക് മുമ്പ് അരുവിപ്പുറത്ത് ഒരു വിപ്ലവത്തിലൂടെ എന്നാണ് നമ്മൾ പറയുന്നത്. വിപ്ലവം എന്ന് പറഞ്ഞാൽ അവിടെ ചോരയൊഴുക്കിക്കൊണ്ടോ അല്ലെങ്കിൽ കലാപം നടത്തിക്കൊണ്ടോ ഉള്ള ഒരു വിപ്ലവമല്ല ഭഗവാൻ നടത്തിയത്. ഭഗവാൻ തന്റെ ആശയം അവിടെ പ്രദർശിച്ചുകൊണ്ട് അതിന്റെ വാർഷികമായിരുന്നു കഴിഞ്ഞ ശിവരാത്രി നാളിൽ, 137ാമത് പ്രതിഷ്ഠാ വാർഷിക ദിനമായിരുന്നു കഴിഞ്ഞ ശിവരാത്രി നാളിൽ നടന്നത്. അങ്ങനെ ഒരു വലിയ വിപ്ലവം, ഒരു ആശയ വിപ്ലവം അവിടെ നടത്തിക്കൊണ്ട് ആരെയും മുഷിപ്പിക്കാതെ അതിനെ എതിർത്ത് വന്നിരുന്ന ആളുകളെ ഭഗവാൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ അവരെയെല്ലാം മടക്കി വിടുന്ന ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഭഗവാൻ എന്താണ് ചെയ്തത്? താൻ നേടിയെടുത്ത ആ ആത്മജ്ഞാനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കേരളമെമ്പാടും സഞ്ചരിച്ച് നമ്മുടെ ആളുകൾ നേരിടുന്ന ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവാൻ അതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മുടെ ആളുകൾക്കിടയിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നീങ്ങണം. അതിനെന്ത് വേണം? അവന് അറിവുണ്ടാവണം. അറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം? വിദ്യാലയങ്ങൾ ഉണ്ടാവണം. അപ്പം പെട്ടെന്നൊരു വിദ്യാലയം സ്ഥാപിച്ചുകൊണ്ട്, അന്ന് വിദ്യാലയത്തിലേക്ക് വരുവാൻ പറഞ്ഞാൽ കുട്ടികളൊന്നും വരികയില്ല. അതിനെന്ത് ചെയ്തു? ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഓരോ വ്യക്തികൾക്കും ആത്മജ്ഞാനം പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിനോടനുബന്ധിച്ച് ക്ഷേത്രങ്ങൾ മാത്രം സ്ഥാപിച്ചാൽ മതിയോ? ഭക്തിയും വിദ്യാഭ്യാസവും മാത്രം പോരല്ലോ, അവര് ജീവിക്കണ്ടേ? അതിന് കൈത്തൊഴിലും അങ്ങനെയുള്ള തൊഴിൽ സംരംഭങ്ങളൊക്കെ ആരംഭിച്ചുകൊണ്ട് ഭഗവാൻ അതിനുള്ള നേതൃത്വം കൊടുത്ത് ഈ അന്ധകാരത്തിൽ കിടന്ന ഒരു ജനസമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് ഭഗവാൻ അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ നടത്തിയത്. അത് കേരളത്തിലെമ്പാടും അത്തരത്തിലുള്ള പ്രതിഷ്ഠകളൊക്കെ നടത്തി. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഭഗവാൻ ആരായിരുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ ഇപ്പോഴും നമുക്ക് കഴിയുന്നില്ല. കഴിയണമെങ്കിൽ ഭഗവാൻ നമുക്കായി എഴുതി സമർപ്പിച്ചിരിക്കുന്ന ആ കൃതികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. കൃതികളിലെല്ലാം വളരെ വ്യക്തമായിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ധന്യമാക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഭഗവാൻ വരച്ചു കാണിച്ചു തന്നു.
അതൊന്നും പാലിക്കപ്പെടുവാൻ നമ്മുടെ ആളുകൾ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അങ്ങനെ ഉള്ള ഈ സമൂഹത്തില് ഭഗവാനെ തിരിച്ചറിയാൻ നമുക്ക് പോലും കഴിഞ്ഞിട്ടില്ല. ഇത് ബോധാനന്ദ സ്വാമിക്ക് പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ബോധാനന്ദ സ്വാമിയുടെ അനുസ്മരണമൊക്കെ നടക്കുമ്പോൾ ബോധാനന്ദ സ്വാമിയുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പ്രതിപാദിക്കാറുണ്ട്. പക്ഷേ ബോധാനന്ദ സ്വാമി ഭഗവാന്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് ബോധാനന്ദ സ്വാമി എന്തായിരുന്നു? ബോധാനന്ദ സ്വാമി അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ എതിർത്തുകൊണ്ട് ക്ഷേത്രത്തിൽ കയറുന്നതിനൊക്കെ എതിർക്കുന്ന ഒരു രീതിയിലേക്ക് ബോധാനന്ദ സ്വാമിയുടെ മനസ്സിലെ ചിന്ത ക്ഷേത്രങ്ങളിലാണ് ജാതീയത ഉണ്ടാകുന്നതാണ്. ക്ഷേത്രത്തിൽ നമുക്ക് കയറാൻ വേണമല്ലോ. അപ്പൊ ക്ഷേത്രങ്ങളാണ് ജാതീയത സൃഷ്ടിക്കുന്നതെന്നുള്ള ഒരു മനസ്സിൽ ദൃഢമായി വിശ്വസിച്ചിരുന്നു ബോധാനന്ദ സ്വാമി. അതുകൊണ്ട് ബോധാനന്ദ സ്വാമി ക്ഷേത്ര പ്രതിഷ്ഠകളെയൊക്കെ എതിർത്ത് പോന്നിരുന്ന ഒരു സമയം. അതിനു വേണ്ടിയിട്ട് തന്റെ അനുയായികളെ എല്ലാം കൂട്ടി ധർമ്മപര സംഘമൊക്കെ ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പം സ്വാമി തൃപ്പാദങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്വാമി തൃപ്പാദങ്ങൾ ഒരറ്റം മുതൽ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും നമ്മുടെ സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ രണ്ടുപേരുടെയും സ്വാമി തൃപ്പാദങ്ങളുടെയും ബോധാനന്ദ സ്വാമികളുടെയും ആശയം ഒന്നാണെങ്കിലും ഇവിടെ ജാതീയത ഇല്ലാതാക്കണം, എല്ലാ മനുഷ്യനും സ്വാതന്ത്ര്യത്തിൽ തന്നെ വാഴണം എന്നുള്ള ആ ചിന്താഗതി സ്വാമി തൃപ്പാദങ്ങൾക്കും ബോധാനന്ദ സ്വാമികൾക്കും ഉണ്ട്. എങ്കിൽ ബോധാനന്ദ സ്വാമിക്ക് സ്വാമി തൃപ്പാദങ്ങളെ അറിയത്തില്ല. അപ്പൊ സ്വാമി തൃപ്പാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാമി തൃപ്പാദങ്ങൾ അവിടെ എത്തുമെന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ അതിന് വിപുലമായ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് ക്ഷേത്രപ്രതിഷ്ഠയുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. അപ്പൊ അന്ന് മൂർക്കോത്ത് കുമാരൻ ഉൾപ്പെടെയുള്ള ആളുകള് ആ കമ്മിറ്റിയിലുണ്ട്. ഈ ക്ഷേത്രപ്രതിഷ്ഠയുടെ വിവരം ബോധാനന്ദ സ്വാമി അറിഞ്ഞപ്പോ ബോധാനന്ദ സ്വാമി ഈ ഗുരുവിനെ എങ്ങനെയും ക്ഷേത്രപ്രതിഷ്ഠയിൽ നിന്ന് തടയണം എന്നുള്ള ആഹ്വാനവുമായി തന്റെ ശിഷ്യഗണങ്ങളുമായി ഒത്തുകൂടുകയും ഇതറിഞ്ഞ ക്ഷേത്ര ഉത്സവ ഭാരവാഹികള് ബോധാനന്ദ സ്വാമിയെ സംഘത്തെയും സന്ദർശിച്ച് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചപ്പോൾ അവരതിൽ നിന്ന് അവരുടെ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിയാൻ അവർ തയ്യാറായി. അപ്പൊ അങ്ങനെ തയ്യാറാകാതെ വന്ന സാഹചര്യത്തില് അവസാനം ഒരു കാര്യം ബോധാനന്ദ സ്വാമി പറഞ്ഞു, സ്വാമി തൃപ്പാദങ്ങളെ നേരിൽ കണ്ട് ഞാൻ ആവശ്യപ്പെട്ടോളാം, ഞാൻ പിന്തിരിപ്പിച്ചോളാം എന്ന ഒരു വാക്ക് കൊടുത്ത് വിടുകയാണ്. അങ്ങനെ ക്ഷേത്രപ്രതിഷ്ഠാ ദിവസം ബോധാനന്ദ സ്വാമിയും സംഘവും ഈ ക്ഷേത്രത്തിലേക്ക് ചെല്ലുക. അകലെ നിന്ന് നടന്നു വരുമ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ ആ ക്ഷേത്രത്തിന്റെ സൈഡില് ഒരു ചാരുകസേരയിൽ വിശ്രമിക്കുക. അകലെ നിന്ന് തന്നെ സ്വാമി തൃപ്പാദങ്ങൾ ബോധാനന്ദ സ്വാമികൾ വരുന്നത് കണ്ടു. ബോധാനന്ദ സ്വാമിയും സ്വാമി തൃപ്പാദങ്ങളെ കണ്ടു. അപ്പൊ ബോധാനന്ദ സ്വാമിയുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന വാശിയും വൈരാഗ്യവും സ്വാമി തൃപ്പാദങ്ങളുടെ അടുത്തേക്ക് അടുക്കും തോറും കുറഞ്ഞു കുറഞ്ഞു പോയി താൻ മറ്റേതോ ഒരു ലോകത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ബോധാനന്ദ സ്വാമി മാറുകയാണ്. അങ്ങനെ അടുത്തു വന്ന് ബോധാനന്ദ സ്വാമി തൃപ്പാദങ്ങളെ കണ്ട മാത്രയിൽ തന്നെ സ്വാമി തൃപ്പാദങ്ങൾ ആരാണ് എന്ന് ജ്ഞാനം നേടിയ ബോധാനന്ദ സ്വാമികൾക്ക് മനസ്സിലായി. ബോധാനന്ദ സ്വാമികൾ അപ്പോൾ തന്നെ സ്വാമി തൃപ്പാദങ്ങളുടെ പാതാരബിന്ദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്യുകയാണ് ചെയ്തത്. ഒരക്ഷരം പോലും ഉരിയാടാതെ മാറി നിന്ന് ആ ക്ഷേത്രപ്രതിഷ്ഠകൾ മുഴുവൻ കണ്ട് അതിനുശേഷം വൈകുന്നേരം ഫലമൂലാദികളൊക്കെ സമർപ്പിച്ച് ഗുരുവിനെ നമസ്കരിച്ച് നിന്ന സന്ദർഭത്തില് ഗുരു പറഞ്ഞു, ദേഷ്യം കുറയ്ക്കണം, ഒരുപാട് ശിഷ്യന്മാരെ ഒന്നും ഉണ്ടാകരുത് എന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മാറി നിന്നു. പിന്നീട് ഈ ബോധാനന്ദ സ്വാമികളുടെ സ്വാമി തൃപ്പാദങ്ങളുടെ അന്നത്തെ വത്സര ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികളുമായി കൂടി ചേർന്നുകൊണ്ട് വർഷങ്ങളോളം അവിടെ കൂടുകയും അതിനുശേഷം ശാരദാ പ്രതിഷ്ഠാ വേളയില് സ്വാമി തൃപ്പാദങ്ങളുടെ ശിഷ്യസമ്പത്തിലേക്ക് കയറുകയും അവസാനം ബോധാനന്ദ സ്വാമികളെ സ്വാമി തൃപ്പാദങ്ങളെ തന്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കുകയും അതിനുശേഷം തന്റെ വിൽപ്പത്രം ഉൾപ്പെടെ ബോധാനന്ദ സ്വാമിയിലേക്ക് എഴുതി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞത് ബോധാനന്ദ സ്വാമി പോലും സ്വാമി തൃപ്പാദങ്ങളെ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം. സ്വാമി ആരാണെന്ന് ജ്ഞാനിയായ ബോധാനന്ദ സ്വാമി നേർക്കുനേർ കണ്ടുകഴിഞ്ഞപ്പോഴാണ് സ്വാമി തൃപ്പാദങ്ങളെ
ദർശിക്കുവാനായിട്ട് സ്വാമി തൃപ്പാദങ്ങൾ ആരാണെന്ന് ദർശിക്കുവാനായിട്ട് കഴിഞ്ഞത്. അപ്പം അന്ന് ഈ സ്വാമി തൃപ്പാദങ്ങളുടെ ശിഷ്യസമ്പത്തിലേക്ക് കയറിയതിനു ശേഷം സ്വാമി തൃപ്പാദങ്ങളുടെ നിർദ്ദേശാനുസരണം ബോധാനന്ദ സ്വാമികൾ എത്രയെല്ലാം പരിവർത്തനങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ഓർക്കണം. വിസ്മരിക്കാൻ പറ്റാത്ത ഒട്ടനവധി കാര്യങ്ങൾ. അതില് മലബാറ് തൃശ്ശൂരിലെ ബാങ്ക് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവിടെ ഭക്തപരിപാലന യോഗം എന്ന് സംഘടന ഉണ്ടാക്കി. അത് പിന്നെ SNDP യോഗത്തിൽ ലയിച്ചു ചേർന്നു. അതോടൊപ്പം തന്നെ സ്വാമി തൃപ്പാദങ്ങളുടെ കൽപ്പന പ്രകാരം 10ഉം 11ഉം പുലയാചരിക്കണമെന്നുള്ള തീരുമാനം വളരെ ശക്തമായി നടപ്പിലാക്കുന്നതിന് സ്വാമി തൃപ്പാദങ്ങളാണ് മുന്നോട്ട് വന്നത്. തൃശ്ശൂരില് അവിടെ അന്ന് മേനോത്ത് വീട്ടിലെ കാരണവര് ഭരിച്ചപ്പോഴാണ് 10ഉം 11ഉം പുലയായിട്ട് നടത്തണമെന്ന് സ്വാമി ബോധാനന്ദ സ്വാമികളുടെ നിർദ്ദേശത്തെ അന്ന് അവിടുത്തെ സവർണ മേധാവിത്വങ്ങൾ എതിർക്കുകയും അവർക്കെതിരെ ബോധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തില് ധർമ്മപട സംഘത്തിന്റെ ഒക്കെ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ബോധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള കലാപം ഉണ്ടായത് ഒക്കെ നമ്മൾ ഓർക്കുന്നു. അപ്പൊ അത്തരത്തിലേക്ക് സ്വാമി തൃപ്പാദങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മുടെ സമൂഹത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിയണമെങ്കിൽ ഭഗവാൻ ആരായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ? തിരിച്ചറിയാനാണ് ഭഗവാൻ ഒട്ടനവധി കൃതികൾ നമുക്കായി എഴുതി തന്നിരുന്നു. വേദാന്ത ശാസ്ത്രങ്ങളിലൊക്കെ വേദാന്ത കൃതികളൊക്കെ സംഗ്രഹിച്ചുകൊണ്ട് ആ വേദാന്തങ്ങളൊക്കെ അറിയാവുന്ന രീതിയിലേക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ അത് ചെയ്തു തന്നു. ഉപനിഷത്തുകളിൽ നിന്നും അതുപോലെ ആദിശങ്കരന്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള ആ വേദാന്തങ്ങളൊക്കെ സമഗ്രഹിച്ചുകൊണ്ട് സ്വാമി തൃപ്പാദങ്ങള് ദർശനമാല പോലെയുള്ള കൃതികളൊക്കെ നമുക്കായി എഴുതി തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഗുരുദേവ കൃതികൾക്കകത്ത് ദർശനമാലയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് സംസ്കൃതമായതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായി കൃതികളിലൊക്കെ. ആദ്യത്തെ അധ്യാരോപ ദർശനത്തിൽ തന്നെ ആദ്യത്തെ ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ആസീത് അഗ്രേ അസതേ വേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ അസൃജന്മായ സ്വസ്യ മായാവീവ അഖിലം ജഗത്ത്. അപ്പൊ ഈ കാണുന്നതെല്ലാം മായയാണെന്നും ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മായാ രൂപത്തിലുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു കാര്യമാണ് സ്വാമി തൃപ്പാദങ്ങൾ അവിടെ പറയുന്നത്. ദർശനമാല 10 ശ്ലോകങ്ങളിലായിട്ട് 10 ദർശനങ്ങളായിട്ടാണ് സ്വാമി അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ ശ്ലോകത്തിലും ഓരോ കൃതിയിലും 10 ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇതാണ് ദർശനമാല. ആ ദർശനമാലയിലെ ഈ സമൂഹത്തെ അല്ലെ ഈ ലോകത്തെ 10 കോണുകളിലൂടെ സ്വാമി തൃപ്പാദങ്ങൾ കണ്ട കാഴ്ച, അതാണ് ദർശനം. ദർശനം എന്ന് പറയുന്ന കാഴ്ച. സ്വാമി കണ്ട ആ കാഴ്ച അത് ശ്ലോകങ്ങളിലായിട്ട് നമുക്കായി വളരെ ലളിതമായ സംസ്കൃത ഭാഷയെ രചിച്ചു തന്നിരിക്കുകയാണ്. അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ലോകം എന്താണെന്നും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കുവാനും കഴിയും. മായാലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ മായ മാറണമെങ്കിൽ സ്വാമി ഇത് തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിലുള്ള ആ അഹന്ത മാറി നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ വന്നു ചേരുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായി മാറുന്നത്. ആത്മാവിലേക്ക് വന്നു ചേരണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഓരോന്നിനെയും നമ്മള് ദൈവദർശനത്തിലൊക്കെ പറയുന്നത് എണ്ണി തൊട്ടെന്നും വെറുതൊടുങ്ങിയാൽ നിന്നിടം നിൽക്കുമ്പോഴുള്ള നിന്നിൽ അസ്പൃതമാകണമെന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ഓരോ നമ്മുടെ ചിന്തകളെയും അറിവാകുന്ന അതിൽ ആ അഗ്നിയിൽ ശുദ്ധീകരിച്ച് നമ്മുടെ ആത്മാവിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ് നമ്മൾ ആത്മജ്ഞാനം നേടുന്നത്. ആത്മജ്ഞാനം നേടി കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ മനുഷ്യനായിത്തീരും. അങ്ങനെയല്ലേ? സങ്കല്പത്തിലുള്ള ആ ലോകത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ ഒട്ടേറെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുവാനുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് സ്വാമി തൃപ്പാദങ്ങള് ഒട്ടനവധി ക്ഷേത്രങ്ങളൊക്കെ പ്രദർശിച്ച് തന്നുകൊണ്ട് നമ്മളെയൊക്കെ ആ ക്ഷേത്രത്തിൽ പോകുവാനും അവിടെ ഭക്തി ഉണ്ടാകുവാനും അവിടെ നമുക്ക് ആത്മീയമായ ജ്ഞാനം ഉണ്ടാകാനും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു.
അതിലൂടെ നമുക്ക് വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും അല്ലെങ്കിൽ തൊഴിൽപരമായും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഉന്നതമായ ജീവിതം കരസ്ഥമാക്കുവാൻ കഴിയണം എന്ന് സ്വാമി തൃപ്പാദങ്ങൾ പറയുന്നു. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഈ പറയുന്ന ഈ ലോകത്ത് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയൊക്കെ ദൂരെറിയണം. കാരണം ഇന്നും ഇവിടെയൊക്കെ നമ്മൾ ജ്യോതിഷത്തിന്റെയും അല്ലെങ്കിൽ മറ്റനാചാരങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്ന എത്രയോ ആളുകളുണ്ട്. ഇന്ന് പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ ആരെ അമ്മേനെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അങ്ങനെ ഒരു വല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പുതിയ തലമുറ ഭഗവാനെ അറിഞ്ഞ് ജീവിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു മാർഗം നമ്മുടെ പുതിയ തലമുറയെ നമ്മുടെ രവിവാര പാഠശാലയിൽ വിടുക എന്നുള്ളത്. രവിവാര പാഠശാലയിൽ വിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭഗവാനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയുകയുള്ളൂ. അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങള് ഈ ലോകത്തില് മികച്ചവരായി മാറും. ഇന്ന് മദ്യമാഫിയായും മയക്കുമരുന്ന് മാഫിയായും ഒക്കെ ഇങ്ങനെ തഴച്ചു വളരുകയാണ്. അവരവരുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പെടാപ്പാട് വരുമ്പോൾ അവരുടെ കയ്യിലേക്ക് നമ്മുടെ ഒന്നും അറിയാൻ മേലാത്ത കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിയുമ്പോൾ അവരത് ഉപയോഗിക്കും. ആ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ്. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചറിവുണ്ടാവണമെങ്കിൽ ഭഗവാനെ അറിഞ്ഞ് വളർത്തുവാൻ നമ്മുടെ മാതാപിതാക്കൾ ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ രവിവാര പാഠശാലയെ വിട്ടുകൊണ്ട് അവരെ നല്ല രീതിയിൽ ഭഗവാനെ അറിഞ്ഞ് വളർത്തി പഠിപ്പിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ ശാഖായോഗങ്ങളിലും പ്രവർത്തകർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പല മാതാപിതാക്കളും അതിനൊന്നും നമ്മുടെ കുട്ടികളെ വിടാത്ത ഒരു സാഹചര്യം. എന്റെ കുഞ്ഞുങ്ങൾ അതിന് പോകും, മറ്റു വഴിയിലേക്ക് പോവുക എന്നുള്ള ഒരു മിഥ്യാധാരണ എല്ലാ മാതാപിതാക്കളുടെ മനസ്സിലുണ്ട്. പക്ഷെ അതല്ല, എല്ലാം വഴി തെറ്റാൻ അധികം സമയം വേണ്ട. പക്ഷെ ആ വഴി തെറ്റാതിരിക്കണമെങ്കിൽ ഇവര് ചിന്താശക്തി ഉണ്ടാകണം, ഇവർ തിരിച്ചറിവുണ്ടാവണമെങ്കിൽ ഇവൻ ഭഗവാനെ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഒരു മികച്ച ഭാവിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ രവിവാര പാഠശാലയിലും അതുപോലെ തന്നെ ഭഗവാന്റെ സത്സംഗങ്ങളൊക്കെ നടക്കുന്ന വേദിയിലും ഒക്കെ പറഞ്ഞു വിട്ടുകൊണ്ട് ആത്മീയ ജ്ഞാനമുള്ളവരാക്കി മാറ്റി അവരെ ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ മാസച്ചതയങ്ങളൊക്കെ ആചരിക്കുമ്പോൾ അവിടെയൊക്കെ മുഴുവൻ ആളുകളും എത്തിച്ചേർന്ന് ആ പ്രാർത്ഥനാ സന്ധ്യകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ മറ്റ് സമുദായങ്ങളൊക്കെ ചെയ്യുന്ന പോലെ അവരുടെ പ്രാർത്ഥനാ വേളയിലൊക്കെ അവരുടെ മുഴുവൻ ആളുകളും പങ്കെടുക്കുക. ആ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഒരു ദിവസം കൃത്യമായിട്ട് മാറ്റിവെക്കുക. ചതയം ഇന്ന ദിവസമാണെന്ന് നമുക്കറിയാം. ആ ചതയത്തിന് നമുക്ക് കഴിയാവുന്ന മുഴുവൻ ആളുകളും ആ ചതയ ദിനത്തില് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ നടക്കുന്ന സത്സംഗത്തിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാകും. ആ മാറ്റത്തിലൂടെ നമുക്ക് ഈ സമൂഹത്തിന് പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും. അങ്ങനെ നമുക്ക് ഈ ലോകത്തെ അല്ലെ നമ്മുടെ കുടുംബത്തെ ഒക്കെ നന്നാക്കി എടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഭഗവാൻ പറഞ്ഞു, ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞ വിദ്യാഭ്യാസത്തിന്, പിന്നെ ശുചിത്വം പറഞ്ഞു, ഇല്ലേ, ഈശ്വരഭക്തി പറഞ്ഞു, സങ്കടം പറഞ്ഞു, കൃഷി പറഞ്ഞു, അങ്ങനെ കൈത്തൊഴിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഒക്കെ പറഞ്ഞ് ഭഗവാൻ നമുക്ക് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി. എത്ര പേര് ഇതൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട്? ഇത് പാലിക്കപ്പെട്ടത് ആരാണ്? ഭഗവാന്റെ ഈ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടത് ഇതര സമുദായക്കാരാണ്. അവർ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ വ്യവസായ മേഖലകളിലും സംഘടിക്കേണ്ടതായ അവരുടെ ആത്മീയമായ കേന്ദ്രങ്ങളൊക്കെ അവർ സംഘടിച്ചു കൂടിക്കൊണ്ട് ഇന്ന് ഈ രാജ്യത്ത് നേടിയെടുക്കാവുന്ന അധികാര സ്ഥാനങ്ങളിലെല്ലാം അവർ കയറിക്കൊണ്ട് ഇന്നിവിടെ ഭരണഘടനാപരമായിട്ട് കിട്ടേണ്ട അവകാശങ്ങൾക്കപ്പുറം ഉള്ള അവകാശങ്ങൾ അവരുടെ സംഘടനയുടെ അല്ലെ അവരുടെ കൂട്ടായ്മയുടെ ശക്തി കൊണ്ട് ഇവിടെ വരുന്ന ഭരണ പ്രതിപക്ഷങ്ങളൊക്കെ അവരെ നമ്പി നിൽക്കുന്ന അല്ലെ അവരെ നമിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ചോദിക്കുന്നവർക്ക് വാരിക്കോരി അവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കൂടി അവർ നേടിയെടുത്തുകൊണ്ട് അവർ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ അവർ കടന്നു കയറി അവർ ഉന്നതമായ രീതിയിൽ അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഇന്ന് നമ്മള് അവർക്ക് പുറകെ പോകുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഭഗവാൻ പറഞ്ഞ വഴിയെ പോകാതെ
അസംഘടിതരായി ഇന്നും തുടരുന്നത് കൊണ്ടാണ് ഇന്നും ഇവിടുത്തെ ആര് ഭരിച്ചാലും അവർ നമ്മളെ തഴയുന്ന രീതിയിലേക്ക് നമുക്കായിട്ട് പ്രത്യേകമായ ഒരു പാക്കേജും തരാതെ മറ്റ് സമുദായക്കാർക്കൊക്കെ പാക്കേജുകൾ കൊടുത്തുകൊണ്ട് അവരെ വലിയ വലിയ നിലകളിലേക്ക് മാറ്റിയെടുക്കുന്നു. ഇതൊക്കെ നമ്മുടേതായ ആ സംഘടിതമായ ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ട് മാത്രം മറ്റുള്ളവർ മുതലെടുക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇതൊക്കെ മാറണമെങ്കിൽ ഭഗവാൻ പറഞ്ഞ രീതിയിലേക്ക് സംഘടന കൊണ്ട് ശക്തരാവുകയും അല്ലെങ്കിൽ കൃഷിയിലൂടെ അഭിവൃദ്ധി പ്രാപിക്കുകയും വ്യവസായം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ നമ്മുടെ ഈ സമൂഹം ഉന്നതമായ നിലയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഉപനിഷത്തുകളിലൊക്കെ എത്രയോ നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശ്രേഷ്ഠന്മാരായ ആളുകൾ എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. വാച സജ്ജന സദ്ഗുണ പരമനെ പ്രീത ഗുരു നമ്രത വിദ്യായ സ്വയക്ഷതി ലോക അവവാദഭയം ഭക്തി ശൂരിനി ശക്തി ആത്മമതിനെ സംസർഗ മുക്തി ഖലേ ഏതേ യേശു വസന്തി നിർമ്മല സ്തോഭ്യോ മഹത്യോ നമ എന്നുള്ളൊരു കൃതി പദ്യത്തിലൂടെ പറയുകയാണ്. നമ്മൾ നന്നാവണമെങ്കിൽ നല്ല സംസ്കാരമുള്ളവരുമായിട്ട് നമ്മൾ സംസർഗത്തിൽ ഏർപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു കൂട്ടുകെട്ടുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഗുണം ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ പിന്നെ പറയുകയാണ്, അയൽവാസിയുടെ അല്ലെ മറ്റുള്ളവന്റെ ഉയർച്ചയില് അവന്റെ നന്മയില് നമ്മള് അവന്റെ നന്മയെ പുകഴ്ത്തണം. നമ്മൾ അങ്ങനെയല്ലല്ലോ. മറ്റുള്ളവർ ആരെങ്കിലും വളരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം കുശുമ്പല്ലേ. അതല്ല പറയുന്നത്. മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ സന്തോഷിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗുരുവിൽ വിശ്വാസം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു ഗുരുവില് നമ്മൾ വിശ്വസിക്കുന്ന ഗുരുവില് നമുക്ക് വിശ്വാസം ഉണ്ടാവണം. അതുപോലെ തന്നെ പറയുകയാണ്, സ്വന്തം ഭാര്യയില് രതി കണ്ടെത്തണം. അങ്ങനെയാ പറയുന്നത്. പിന്നെ പറയുകയാണ്, അപവാദങ്ങളിൽ പെടരുത്. അപവാദങ്ങൾ ഉണ്ടാവും. നാട്ടുകാർ ഓരോരുത്തരെ പറ്റി ഓരോന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഫോൺ ചെയ്യുന്ന പോലെ അത് പരന്നു പോവുക. അപവാദങ്ങളിൽ പെടാതെ സൂക്ഷിക്കണം. ഈശ്വരനെ വിശ്വസിക്കണം. ഗുരുവും ഈശ്വരനും തമ്മിൽ ഒത്തിരി വ്യത്യാസം. ഈശ്വരനേക്കാളൊക്കെ ഒത്തിരി മുകളിലാണ് ഗുരുവിന്റെ സ്ഥാനം. അത് പിന്നീട് പറയുക, ഈശ്വര വിശ്വാസം ഉണ്ടാവണം. അതുപോലെ തന്നെ അവസാനമായി പറയുക, മനോനിയന്ത്രണം ഉണ്ടാകണം. മനസ്സിൽ നിയന്ത്രണം ഉണ്ടാകണം. ഈ ഗുണങ്ങളെല്ലാം ഉള്ള ആളുകൾ, നിർമ്മലമായ ആ ഹൃദയമുള്ള ആളുകൾ ആരായാലും അവരെ നമിക്കണമെന്നാണ് പറയുന്നത്. അവരെ തൊഴണം. ഇതാണ് ആ ശ്ലോകത്തിലൂടെ, ഉപനിഷത്ത് ശ്ലോകങ്ങളിലൊക്കെ ഉള്ളതാണ്. അതിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് സമൂഹത്തില് ഉന്നതമായ രീതിയിലേക്ക് മാറുവാൻ കഴിയും. അത് കഴിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധാലുക്കളായെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ലോകം നമ്മൾ കരുതുന്നതിലപ്പുറം നമുക്ക് വളരുവാൻ കഴിയും. അതിനായിരിക്കണം നമ്മുടെയൊക്കെ ശ്രമങ്ങളുണ്ടാകും. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്ക് ഗുരുവിന്റെ കൃതികളും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെയുള്ള പരിജ്ഞാനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മേഖലയിലൊക്കെ അവരെ വിട്ട് അതിനൊക്കെയുള്ള പ്രാപ്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രമിക്കണം. അങ്ങനെ ഈ ലോകത്തെ എല്ലാ സദ്ഗുണങ്ങളും തികഞ്ഞവരായി വളരണമെങ്കിൽ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കുവാനും. എന്തേ നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെ ആകുന്നു? ഇന്ന് ഏത് ഒരു കേസ് ഇന്ന് പത്രം എടുത്ത് നോക്കിയാൽ അതിൽ ഒട്ടനവധി പ്രശ്നങ്ങളിലും നമ്മുടെ സമൂഹത്തിലെ കുട്ടികളാണ് ആയി വരുന്നത്. അതിനകത്ത് പ്രതികളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് വരുന്നു. ഇതിനൊക്കെ കാരണം അവന്റെ അജ്ഞതയാണ്. അത് തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ അവൻ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി ചിന്തിക്കുവാൻ കഴിയും. അങ്ങനെ ചിന്തിക്കാതെ വരുന്നത് കൊണ്ടാണ് ഈ ലോകത്ത് മദ്യവും മയക്കുമരുന്നും ഒക്കെ വ്യാപനം വളരെ വർദ്ധിച്ചുകൊണ്ട് ഒട്ടനവധി കുട്ടികൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. നമ്മൾ ഇന്ന് രാത്രിയിൽ ഓരോ ദിവസവും രാത്രിയിൽ നമ്മുടെ ഇടവഴികളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ
10, 15, 20 വയസ്സിന് ഇടയിലുള്ള കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ കേന്ദ്രീകരിച്ച് പാലത്തിലോ കടവിലോ ഒക്കെ ആയിട്ടിരിക്കുന്നതാണ്. ഇതിലെ 95% നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളാണ്. അവർ ഈ സമയത്ത് അവിടെ ഇരിക്കുന്നത് എന്തിനാണ്? ഇതുപോലുള്ള ദുഷിച്ച ചിന്തകളുമായിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കുട്ടികളാണ് അവിടെ ഇരിക്കുന്നെങ്കിൽ പോലും നമ്മളത് അവരുടെ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഇത് ഒന്നുകിൽ അവർ പറയും എൻ്റെ കുട്ടി അങ്ങനെ പോകുന്നില്ല, അതല്ലെങ്കിൽ ഈ കുട്ടികൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളിൻ്റെ അടുത്ത് നാളെ 10-20 പേരുമായിട്ട് സംഘടിച്ച് വന്ന് അവരെ ഉപദ്രവിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഈ സമൂഹം മാറി. ആരോടും ഒരു കടപ്പാടുമില്ല, ആരോടും ഒരു സ്നേഹവുമില്ല, ബഹുമാനവുമില്ലാത്ത ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു തലമുറ മുൻപുണ്ടായിരുന്നു. മുമ്പ് നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ പ്രായമുള്ള ഒരാൾ വരികയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന വരുന്ന ആളിനേക്കാൾ പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകളാണ് എഴുന്നേറ്റ് നിൽക്കുകയും ഒരു സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ആ സിഗരറ്റ് മാറ്റിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ അതെല്ലാം മാറി അവരെല്ലാം മുണ്ട് കുത്തി കൊടുത്തുകൊണ്ട് നമ്മളെ ഒരു ധാർഷ്ട്യത്തോടെ നോക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ലോകം മാറിയിട്ടുണ്ട് എങ്കിൽ ആ ലോകത്തിൽ നാശം സംഭവിച്ചുകൊണ്ടേയിരിക്കുക. ഇത് മാറണമെങ്കിൽ നിരന്തരമായിട്ട് നമ്മുടെ പരിശ്രമം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് മാറ്റിയെടുക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ വേദാന്ത ശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അനന്തശാസ്ത്രം ബഹുവേദി ദ്രവ്യം അല്പച്ചകാലവും ഭവിഷ്യ വിഘ്ന യത്സാരഭൂതം തതുപാസി ദൗര്യം ഹംസോ യഥാക്ഷീരം യുവാമ്പു മിശ്രം. ഇത് പറയുന്നത് അനന്തമായ ഈ ശാസ്ത്രലോകം, അവിടെ ഋഷീശ്വരന്മാരടക്കം ആദിശങ്കരനടക്കം ഒട്ടനവധി കൃതികൾ അല്ലെങ്കിൽ വേദാന്തങ്ങളൊക്കെ രചിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതകാലം അല്പകാലം മാത്രമേ ഉള്ളൂ അവന്റെ ജീവിതം. അതിനിടയ്ക്ക് ആ ജീവിതത്തിനിടയ്ക്ക് ആ ആളിന് ഒട്ടനവധി വിഘ്നങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പഠിച്ചെടുക്കുവാൻ അവന് കഴിയത്തില്ല. അപ്പൊ അങ്ങനെ കഴിയാതെ വരുമ്പോൾ ചെയ്യേണ്ടതെന്താണ്? ഹംസം എന്ന പക്ഷിക്ക് വെള്ളവും പാലും മിശ്രിതമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹംസം അതിനകത്ത് പാല് മാത്രമേ കുടിക്കത്തുള്ളൂ, വെള്ളം മാറ്റി വെക്കും എന്ന് പറയുന്നത് പോലെ ഈ ഇത്രയും വലിയ കൃതികളും അതുപോലെ സാഹിത്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് മാത്രം നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. മുഴുവൻ പഠിക്കാൻ നോക്കിയാൽ നടക്കുക, നമ്മുടെ ജീവിതം പോരാ. അപ്പം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്കത് ജീവിച്ചാൽ, അത് വായിച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചെടുത്താൽ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ കഴിയും. അങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തിൽ ഉന്നതമായ നിലയിലേക്കൊക്കെ എത്തിപ്പെടും. അതുപോലെ തന്നെ സംഘടനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ SNDP ശാഖായോഗത്തില് ഒരു പരിപാടി ഇട്ടാല് നമ്മുടെ ആളുകൾ മുഴുവനായിട്ട് ഇവിടെ എത്തുകയില്ല. ഇപ്പൊ തന്നെ മറിയപ്പള്ളി ശാഖായോഗത്തില് 1000-800 വീടുകളുണ്ടെങ്കിൽ ഇവിടെ ഒരു പരിപാടി ഇട്ടാൽ മുഴുവൻ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ടോ? വരത്തില്ല. അവിടെ ഒരു പരിപാടി അത് നടന്നോളൂ, അവിടെ അതിന്റെ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് നടത്തിക്കോളൂ, ഞാനിന്ന് ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു തീരുമാനം. പക്ഷെ അതല്ല, നമ്മുടെ ഏതൊരു ശാഖയിലാണേലും ഏതൊരു സംഘടനയിലാണേലും ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നത് അതിന്റെ പൊതുയോഗമൊക്കെ വിളിച്ചു ചേർത്ത് ആ പൊതുയോഗത്തിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഇത് നമുക്ക് ഇന്ന് നടത്തേണ്ടത് ആവശ്യകതയാണെന്ന് തോന്നുമ്പോൾ അവർ ആ പരിപാടി കണ്ടക്ട് ചെയ്യുക. അത് നമ്മുടെ മുഴുവൻ ആളുകൾക്കും അല്ലെങ്കിൽ മുഴുവൻ അംഗങ്ങൾക്കും പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സംഘടന അങ്ങനെ ഒരു യോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയോ പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകുമ്പോൾ ആ പരിപാടി സംഘടിപ്പിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ആത്മീയമായ ഒരു സന്തോഷം വളരെ വലുതാണ്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷത്തിലൂടെ നമുക്ക് ഒട്ടനവധി അറിവുകൾ കിട്ടുക നമ്മുടെ സമൂഹത്തിന്, നമ്മളെ നോക്കിക്കാണുന്ന ഇതര സമുദായങ്ങൾ അല്ലെ പൊതുസമൂഹം നമ്മുടെ സംഘടനാ ശേഷിയെ കുറിച്ച് വിലയിരുത്തപ്പെടുകയും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമായി. ആ ഉത്സവത്തോടനുബന്ധിച്ച് ദേശതാലപ്പൊലി നടത്തി. ദേശതാലപ്പൊലി നടത്തുന്നത് എന്തിനാണ്? ദേശതാലപ്പൊലി നടത്തുമ്പോൾ ആ ഉത്സവം വളരെ മനോഹരമാക്കി തീർക്കുകയും നമ്മുടെ ആളുകളുടെ പങ്കാളിത്തം അവിടെ ഉണ്ടാവുകയും അതുപോലെ തന്നെ ആ ഉത്സവത്തിന്റെ
പൊതുവിലുള്ള പൊതുജനങ്ങളുടെ ഒരു വീക്ഷണം അത് ഈ പൊതുസമൂഹത്തിന് നൽകണമെങ്കിൽ ഇത്രയും ആളുകള് ഒന്നിച്ച് താരവുമായി നീങ്ങുമ്പോൾ ഈ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും. നാഗമ്പുറം ക്ഷേത്രത്തിലുള്ള താലപ്പൊലിയാണ്, അവിടെ ഉത്സവമാണ്. ഇപ്പോഴത്തെ ആ സമൂഹം അല്ലെ ആ സമുദായം സംഘടിതരായിരിക്കുന്നു എന്നൊരു സന്ദേശം നമുക്ക് കൊടുക്കുവാൻ കഴിയും. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത്. അതിന് നമുക്ക് ആ ഒരു ദിവസം മുൻകൂട്ടി അറിയിക്കുന്നില്ല. അപ്പൊ നമ്മളത് മാറ്റി വെച്ചുകൊണ്ട് താലയെടുക്കാൻ പറ്റുന്നവർ താലയെടുക്കുക, അല്ലാതെ അവിടെ ചെല്ലാൻ പറ്റുന്നവർ അവിടെ ചെല്ലുക, സാന്നിധ്യം കൊണ്ട് നമ്മൾ ധന്യമാക്കുക. അങ്ങനെ വരുമ്പോഴാണ് അത് വളരുന്നത്. ആ വളരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും സംഘാടകർ ചെയ്തു കൊടുക്കുമ്പോൾ അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് ഇതുപോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഈ കൂടിയിരിക്കുന്ന ആളുകളിലൊക്കെ ഒട്ടനവധി ആശയങ്ങളൊക്കെ ഉണ്ടാവും. ആ ആശയങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നല്ല ആശയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തെ പിടിച്ചുയർത്തുവാൻ കഴിയും. ചിലപ്പോൾ ആരുടെയും മനസ്സിലുള്ള ഒരു ആശയമായിരിക്കും അതൊരു വലിയൊരു സംഭവത്തിലേക്കൊക്കെ മാറുന്നു. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തെ രക്ഷിച്ചെടുക്കുവാനും അല്ലെ സമൂഹത്തിന് വളർച്ച ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ കഴിയും. ആരും ഒന്നും അനങ്ങാതെയും മിണ്ടാതെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഈ സമൂഹം ഇന്നത്തേക്കാൾ വീട് പോവുകയും മറ്റ് സമുദായങ്ങളും മറ്റ് സമൂഹവും ഒക്കെ വളരുകയും ചെയ്യും. നമ്മളെ പണ്ടത്തെ പോലെ തന്നെ ഈ അന്ധവിശ്വാസങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മുടെ ആളുകൾ മുക്തരായിട്ടില്ല. അന്ധവിശ്വാസങ്ങളിലൊക്കെ നമുക്ക് മാറണമെങ്കിൽ നമ്മൾ ഭഗവാനെ തിരിച്ചറിയണം. ഭഗവാൻ ആരായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പതുക്കെ മാറി നമ്മൾ ഭഗവാനിലേക്ക് എടുക്കും. ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ ആത്മാവിലേക്ക് നമ്മൾ ഭഗവാനെ കൊണ്ടെത്തിക്കുമ്പോൾ അത് നമ്മളെ ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിലുണ്ട്. എപ്പോഴും നമ്മുടെ ബുദ്ധി വേണം നമുക്ക് പ്രവർത്തിക്കുവാൻ. ബുദ്ധിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ജ്ഞാനിയായി മാറണം. ജ്ഞാനിയായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ വലുതാകാൻ പറ്റും. നമ്മുടെ അജ്ഞതയിൽ കിടന്നാല് എപ്പോഴും നമ്മൾ ഒന്നും അറിയാൻ മേലാത്തവരായി മാറിക്കൊണ്ടേ. ഇവിടെ ഇപ്പം സമ്പന്നരും ദരിദ്രരും എന്ന് പറയുന്നുണ്ട്. സമ്പന്നൻ എങ്ങനെയാ ഉണ്ടാകുന്നത്? സാമ്പത്തികം കൊണ്ടാണോ സമ്പന്നനാകുന്നത്? അല്ല. അവന് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞാൽ അവൻ സമ്പന്നനാണ്. എത്ര ദരിദ്രനാണേലും അവൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ആ പൈസ കൊണ്ട് അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ അവൻ സന്തുഷ്ടനാണ്, സമ്പന്നനാണ്. അതേസമയം സമ്പന്നനായിട്ടുള്ള ഒരു വീട്ടില് പിള്ളേർ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടക്കപ്പെട്ട് നടക്കുന്നു. അച്ഛനും അമ്മയ്ക്കും സമാധാനമില്ല. അങ്ങനെയുള്ളവന് സമ്പന്നതയുണ്ടോ? അവൻ അസംതൃപ്തിയാണ്. അവൻ ദരിദ്രനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സമ്പന്നനും ദരിദ്രനുമായി മാറുന്നത് സാമ്പത്തികം കൊണ്ടല്ല. അവന്റെ വീട്ടിലെ സമ്പുഷ്ടമായ കുടുംബജീവിതം നയിക്കുവാൻ കഴിയുമ്പോഴാണ് ഒരുത്തൻ സന്തുഷ്ടനാവുകയും സമ്പന്നനാകുകയും ചെയ്യും. അവന്റെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദൈനംദിനം ആ വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യപ്പെട്ട് അച്ഛനും അമ്മയും മക്കളും കൂടി ഇരുന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ വെച്ച് ഒരു പരിഹാരമായി ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആ വീട്ടിലെ മുഴുവൻ ആളുകളും അറിഞ്ഞ് പോകുമ്പോൾ അവിടെ ആ ഉണ്ടാകുന്ന പ്രശ്നം എല്ലാവരെയും കൂടി പരിഹരിക്കപ്പെടുമ്പോൾ അത് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതമായി മാറും. അതല്ലാതെ ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ആരോടും മക്കളോടോ ഭാര്യയോടോ ഷെയർ ചെയ്യാതെ ഇരുന്ന് കഴിയുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ആ ദുഃഖവും ദുരിതവും ഒക്കെ മനസ്സിലേറി അവൻ മാനസികമായും ശാരീരികമായും തളരുന്നൊരവസ്ഥയിലേക്ക് പോകും. അത് ഒഴിവാക്കണമെങ്കിൽ തന്നിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ആ പ്രശ്നം മൊത്തത്തിൽ പരിഹരിക്കുവാനായിട്ട് അവർക്ക് കഴിയും. കൂട്ടായ തീരുമാനങ്ങളിലൂടെ ഒക്കെ അവർക്ക് കഴിയും. അങ്ങനെയാണ് ഒരു നല്ല കുടുംബജീവിതം നയിക്കേണ്ടത്. അതിനകത്ത് വേദാന്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കിം ക്ഷണസ്യ കുതോ വിദ്യ. കിം ക്ഷണസ്യ കുതോ വിദ്യ എന്ന് പറഞ്ഞാല് സമയമില്ലാത്തവന്, ഇതിനൊന്നും സമയമില്ലാത്തവന് വിദ്യ ഉണ്ടാകത്തില്ല. അതാണ്, ഒന്നിനും സമയമില്ല. സമയമില്ലെങ്കിൽ അവന് ഒരു വിദ്യയും കിട്ടത്തില്ല. കിം കണസ്യ കുതോ ധനം. പൈസയ്ക്ക് വില കൽപ്പിക്കാത്തവൻ, പൈസയ്ക്ക് വില കൽപ്പിക്കാത്തവൻ ധനവാനാകുന്നില്ല. അവനെപ്പോഴും അതപ്പതിച്ച് തന്നെ കിടക്കും. പൈസയ്ക്ക് വിലയില്ല. അവന് ചെലവഴിക്കുന്ന 1 രൂപയാണ് ചെലവഴിക്കുന്നതിന് ആ 1 രൂപയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതെ എടുത്ത് കൊടുക്കുന്നവൻ ധനവാനാകത്തില്ല.
കിം ഋണസ്യ കുതോ സൗഖ്യം. കടമുള്ളവന് മനസ്സമാധാനം ഉണ്ടാവും. ബാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? അതാ പറയുന്നത്, ബാധ്യത ഉള്ളവന് കിടന്നുറങ്ങാൻ പറ്റില്ല. കിം ദൈവസ്യ കുതോ ഗതി. ദൈവവിശ്വാസം ഇല്ലാത്തവന് എന്താ ഗതി? അവൻ്റെ ഗതി അധോഗതി. ഇതൊക്കെ വേദാന്തത്തിലും ഉപനിഷത്തുകളിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് അന്നത്തെ ആചാര്യന്മാർ സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്കൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കുവാനോ അതൊക്കെ ശ്രവിക്കുവാനോ ഇതിനൊന്നും നമുക്കാർക്കും സമയമില്ല. സമയമില്ലാത്തപ്പം നമ്മുടെ ഗതി ആ ഒരു പറഞ്ഞതുപോലെ അധോഗതിയിലേക്ക് നമ്മുടെ ഒരു സമൂഹം മാറുകയും, ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ അവർ സമ്പന്നരാകുകയും, വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ആശയപരമായും ഒക്കെ അവർ സമ്പന്നരാകുകയും അധികാര സ്ഥാനങ്ങളിലൊക്കെ അവർ കയറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അധികാരമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലേ? അധികാരമാണല്ലോ ഇന്ന്. ആർശങ്കർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായതുകൊണ്ട് ആർശങ്കർക്ക് സമുദായത്തോടുള്ള അധീരമായ കാഴ്ചപ്പാടുണ്ടായിരുന്നപ്പോഴാണല്ലോ ഭരണഘടനയിൽ പറയുന്ന പ്രകാരമുള്ള അവകാശങ്ങൾ, കോളേജ് സ്കൂളും അടക്കമുള്ള കാര്യങ്ങൾ ഇതെന്റെ സമുദായത്തിന് അവകാശപ്പെട്ടത് ഞാൻ എഴുതിയെടുക്കുവാണെന്ന് സധൈര്യം പറഞ്ഞ ഒരു സംഘടനാ നേതാവായിരുന്നു ആർശങ്കർ. അദ്ദേഹം ആരും മാറ്റി നിർത്തിയില്ല. ഭരണഘടനാപരമായിട്ട് മറ്റ് സമുദായങ്ങൾ അവർക്കും കൊടുത്തു. പക്ഷേ എന്റെ സമുദായത്തിന് ആവശ്യമുള്ളത് താൻ എടുക്കുകയാണ് എന്ന് ധൈര്യപൂർവ്വം പറയുകയും നടപ്പിലാക്കുകയും ചെയ്ത ഏക നേതാവാണ് ആർശങ്കർ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ആർക്കെങ്കിലും ആ ഒരു സ്ഥിതിയിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടുണ്ട്? സമുദായത്തിന്റെ ആ പേര് പറഞ്ഞില്ല, സമുദായത്തിന്റെ കോട്ട അനുസരിച്ച് ഒട്ടനവധി ആളുകൾ രാഷ്ട്രീയത്തിലാണേലും മറ്റു രംഗങ്ങളിലൊക്കെ ആണേലും അധികാര സ്ഥാനങ്ങളിലൊക്കെ കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് മാത്രം അധികാര സ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒട്ടനവധി ദുരനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും കിട്ടുന്ന ആ അധികാരം തന്റെ സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ദുഃഖിതരായി. അത് തന്നെയാണ് നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കും, ഇല്ലേ? ഇങ്ങനെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സംഘടന വളരുകയുള്ളൂ, സമുദായം വളരുകയുള്ളൂ. അതുപോലെ തന്നെ സമുദായത്തിലൂടെ നമുക്ക് ഒട്ടനവധി നേട്ടങ്ങളൊക്കെ സാധിച്ചെടുക്കുവാനൊക്കെ കഴിയും. ഇങ്ങനെ ഒരു സമുദായത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മീയ ആചാര്യന്മാരൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭഗവാൻ സന്ദീപ് യോഗം എന്ന ഈ സംഘടന രൂപീകരിച്ചപ്പോൾ അതിന് ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സന്ദീപ് യോഗം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മം പരിപാലിക്കപ്പെടുന്ന യോഗം, സന്ദീപ് യോഗം. അതിന്ന് 6000-7000 ശാഖകളും 150 യൂണിയനുകളും 10,000-70,000 കുടുംബ യൂണിറ്റുകളും ഒക്കെ ആയി മൈക്രോ സ്വയംസഹായ സംഘങ്ങളും ഒക്കെ ആയിട്ട് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണഭൂതരായിട്ടുള്ള നേതാക്കന്മാരെ വിസ്മരിക്കപ്പെടുവാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ വളർച്ച മുരടിച്ചിരുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് സന്ദീപ് യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വന്നതിന് ശേഷം അതിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. കുടുംബ യൂണിറ്റുകളും സ്വയം സഹായ സംഘങ്ങളും ഒക്കെ രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ കേരളത്തില് ഇപ്പോഴത്തെ മറ്റു മത മേലധ്യക്ഷന്മാരൊക്കെ പറയുന്നത് പോലെ ഈ 10-20 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിച്ച ഒരു സംഘടന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ് എന്ന് അടിവരയിട്ട് പറയുന്നതിന് അവർക്ക് ആർക്കും ഒരു മടിയുമില്ല. കാരണം അത്രയ്ക്ക് സംഘടന നമ്മുടെ അംഗങ്ങൾക്കിടയിലേക്ക് ചെല്ലുകയും സംഘടനയുടെ പ്രവർത്തനം വിപുലമാവുകയും ചെയ്ത് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഇതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും. അതിൽ കഴിയണമെങ്കിൽ നമ്മുടെ ആത്മാർത്ഥമായ കൂട്ടായ്മ ഉണ്ടാകണം. ആ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സംഘടനയുടെ നേതാക്കന്മാരിടുന്ന ആ പരിപാടികളിലൊക്കെ നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും ആത്മാർത്ഥമായ സഹകരണവും സഹായങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ
നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവണം. ഇതുപോലുള്ള സത്സംഗ വേദികളിലൊക്കെ നിങ്ങൾ വരികയും ഇവിടെയുള്ള പ്രാർത്ഥനായോഗങ്ങളിലൊക്കെ മുഴുവൻ ആളുകളും പങ്കെടുക്കുകയും പ്രാർത്ഥനായോഗങ്ങളിൽ ഗുരുവിന്റെ ദർശനമാലയോ പോലുള്ള കൃതികളൊക്കെ ചൊല്ലിക്കൊണ്ട് അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഭഗവാൻ നാമത്തിൽ ഭഗവാന്റെ എല്ലാവിധമായ അനുഗ്രഹവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.